അനിത, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ FB പോസ്റ്റ് പുറത്തു വരുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങൾ ഇല്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്, പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് ലവ് ചിഹ്നം നൽകിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് വരുമ്പോൾ, അതായത് താൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുവാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. വളരെ കൃത്യമായി, അതായത് മറ്റുള്ളവർ പരിഹസിച്ചപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും ഒക്കെ പോരാടിയ ആളാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ താനും അങ്ങനെ പോരാടാൻ പോകുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ MLA പദവി ഇല്ല എങ്കിൽ പോലും കോൺഗ്രസ്സുകാരനായി തുടരും എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ ഒരു പ്രതികരണം കൂടി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതേസമയം രാഹുൽ തീർക്കുന്ന പ്രതിരോധം എന്നത് ഞങ്ങളുടെ റിപ്പോർട്ടർ, ന്യൂസ് 18 റിപ്പോർട്ടർ ഡാൻ കുര്യൻ അവന്തിക എന്ന ട്രാൻസ്ജെൻഡറുമായി നടത്തിയ സംഭാഷണം അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ്. പക്ഷേ ആ സംഭാഷണത്തിന് ശേഷം അവന്തിക തന്നെ വളരെ കൃത്യമായി ഞങ്ങളോട് തന്നെ പ്രതികരിച്ചത് അന്ന് സംസാരിച്ചപ്പോൾ കാര്യങ്ങൾ പറയാതിരുന്നത് ഭയം കൊണ്ടാണ് എന്നുള്ളതാണ്. അതായത് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ആയിരുന്നു ഇങ്ങനെയൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യൻ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ ശേഖരണത്തിന് ശ്രമിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അവന്തികയുമായി ബന്ധപ്പെടാൻ സാധിച്ചത്. ആ സമയത്ത് ടെലിഫോൺ ലൈനിൽ അവന്തിക മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നത് മട്ടിൽ ആണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിടുന്ന ഓഡിയോ ക്ലിപ്പെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല. അതൊരു കോൺഫറൻസ് കോൾ ആയിരുന്നു. ആ കോൺഫറൻസ് കോളിന്റെ ഭാഗം മാത്രമാണ് പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. ഡാൻ, അതിനുശേഷം അവന്തിക എന്തൊക്കെയായിരുന്നു ന്യൂസ് 18നോട് പറഞ്ഞത്? അതിനുശേഷം ഈ റിനി എന്ന മാധ്യമങ്ങളെ കണ്ട് പരസ്യമായി തനിക്കൊരു ദുരനുഭവം സംസ്ഥാനത്തെ ഒരു പ്രമുഖ യുവ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ വ്യക്തി എന്ന് പറയാതെ പറഞ്ഞ് ഹൂ കെയേഴ്സ് എന്ന പരിഹാസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉന്നയിച്ചതിന് പിന്നാലെയാണ് അവന്തികയുടെ ഒരു സുഹൃത്തായ ട്രാൻസ് ആക്ടിവിസ്റ്റ് എൻ്റെ ഫോണിൽ ബന്ധപ്പെട്ടത്. അതിനുശേഷം അന്ന് അവന്തിക നിങ്ങളെ ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് പറഞ്ഞു. പക്ഷേ അവർക്കന്ന് നിങ്ങളോടെല്ലാം തുറന്നു പറയാൻ പേടിയുണ്ടായിരുന്നു. പക്ഷേ റിനി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അവൾ കൂടി അവളുടെ അനുഭവം പറയാൻ തയ്യാറാണ്. നിങ്ങളൊന്ന് വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ആ ഫോൺ വിളിച്ചതിൻ്റെ പേരിൽ എന്നെ പലരും ഫോണിൽ ഇങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു. ഒരുപക്ഷെ അവന്തിക തന്നെ രാഹുലിനോട് വിളിച്ച് ഞാനിങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കാം. അതുകൊണ്ടായിരിക്കാമല്ലോ അന്നേരം തന്നെ അവരെന്നെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് നിരന്തരം എന്താണ് എന്ന് ക്യൂരിയസ് ആയി ചോദിക്കേണ്ട സാഹചര്യം വന്നത്. അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷേ അന്ന് വൈകുന്നേരമാണ് അവന്തികയെ ഞാൻ ഫോണിൽ ബന്ധപ്പെടുകയും അവന്തിക തന്നെ ഈ വിവരങ്ങളൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് നമ്മളെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഒരു ട്രാൻസ് ആക്ടിവിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാമായി വളർന്നു വരുന്ന ഒരു യുവ രാഷ്ട്രീയ നേതാവിനെ പറ്റി പറഞ്ഞത്. എനിക്ക് സംശയം തോന്നിയിട്ടും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുമാണ് ഞാൻ ആവർത്തിച്ച് അന്ന് ഞാനിതെല്ലാം എടുത്ത് ചോദിച്ചതല്ലേ, പിന്നെ എന്താണ് ഇതൊന്നും പറയാതിരുന്നതെന്ന് ചോദിച്ചത്. അതിന് അവന്തിക നൽകിയ മറുപടിയാണ് ഏറെ ഗൗരവമുണ്ടാക്കിയത്. അതായത് പേടിച്ചിട്ടാണൊന്നും പറയാതിരുന്നത്, അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത് എന്ന് അവന്തിക തന്നെ തുറന്നു പറയുകയായിരുന്നു. അതാണ് പിന്നീട് മറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അവന്തിക ഇപ്പോഴും ആവർത്തിക്കുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം നമ്മളോടും അവന്തിക തന്നെ മനസ്സ് തുറക്കുമെന്നാണ് കരുതുന്നത്. തീർച്ചയായും എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ ആ ചിലതിന് മാത്രമല്ല രാഹുൽ ഉത്തരം പറയേണ്ടത്. നിരവധിയായ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പല ശബ്ദരേഖകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദ സംരക്ഷണമടക്കം പുറത്തു വന്നിട്ടുണ്ട്. ആവർത്തിച്ച് പറയുന്നു, അതിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ഞങ്ങൾ ഏറെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നേരത്തെയും ആരാണ് ഈ ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്, ആ കോൺഫറൻസ് കോളിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നതുൾപ്പെടെ ഞങ്ങൾ ആ വിവരങ്ങൾ പുറത്തു നൽകാതിരുന്നത്. മറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നവരുടെ പ്രതികരണം തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളൂ. അതിനൊക്കെ അപ്പുറത്ത് നിരവധിയായ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നിലവിൽ ഉണ്ട് എന്നതും വസ്തുത തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, വനിതാ വിഭാഗം നേതാക്കളിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്നുണ്ട് എങ്കിൽ അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പോൾ ബിന്ദു കൃഷ്ണ
ആവശ്യപ്പെടുന്നുണ്ട്. ഉടൻ രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. ആ പാർട്ടിക്കുണ്ടാക്കാൻ പോകുന്ന ക്ഷീണം എന്ത് എന്നത് ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കായി വനിതാ നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നത്. ഇതിനിടെ പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖകളിൽ ഓരോന്നിനും രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടി നൽകേണ്ടതായി വരും. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചിട്ടുണ്ടോ? വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടോ? ഒന്നിലധികം സ്ത്രീകൾക്ക് ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ? ഇത്തരത്തിൽ ഭീഷണിയുടെ സ്വരത്തിൽ ഏതൊക്കെ സ്ത്രീകളാണ് ഇപ്പോഴും വെളിപ്പെടുത്തലിന് തയ്യാറാകാതിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങളിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായ മറുപടി നൽകേണ്ടി വരും. ഈ പ്രതിരോധങ്ങൾ വളരെ ദുർബലമാണ് എന്നത് രാഹുൽ മാങ്കൂട്ടവും മനസ്സിലാക്കുക. ഒരു ടെലിഫോൺ സംഭാഷണത്തിലൂടെ മാത്രം, അതും വളരെ കൃത്യമായി ട്രാൻസ്ജെൻഡറായ അവന്തിക പിന്നീട് പറയുകയുണ്ടായി, താൻ ഭയന്നിട്ടാണ് പുറത്തു പറയാതിരുന്നത്. ഇവിടെ ഒരു യുവനടി ആർജവത്തോടുകൂടി ഇക്കാര്യങ്ങൾ പുറത്തു പറയുമ്പോഴാണ് പലരും ഈ ദുരനുഭവം പുറത്തു പറയാൻ തയ്യാറായത് എന്നുള്ളതാണ്. ഇപ്പോഴും അത്തരം ദുരനുഭവങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാതെ പാർട്ടിയെ അടക്കം അറിയിച്ചിട്ടുള്ളവർ നിരവധി എന്നത് വസ്തുതയാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിവെക്കണമെന്ന ആവശ്യം മറ്റ് നേതാക്കൾ അടക്കം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇതിനിടയിലായിരുന്നു രാഹുലിന്റെ പ്രതിരോധം. അത് ന്യൂസ് 18 റിപ്പോർട്ടർ ഡാൻ കുര്യൻ ട്രാൻസ്ജെൻഡർ അവന്തികയുമായി സംസാരിച്ചതിന്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടാണ്. അതായത് ഓഗസ്റ്റ് 1 നടത്തിയ ഒരു സംഭാഷണം, ആ സംഭാഷണത്തിന്റെ ഭാഗമാണ് രാഹുൽ നൽകിയത്.